അങ്ങനെ ശ്രീ സന്തോഷാണ് വെള്ളരിക്കുണ്ടിൽ നിന്ന്. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? യഥാർത്ഥത്തിൽ സർക്കാർ ഈ അയ്യപ്പ വിശ്വാസികൾക്കിടയിൽ ഒരു പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ വേണ്ടിയൊക്കെയാണ് ഈ ആഗോള അയ്യപ്പ സംഗമം തുടങ്ങിയത്. അയ്യപ്പ സംഗമം നടത്തിയത് കൊണ്ടൊന്നുമല്ല, പക്ഷേ അന്നു മുതൽ ശബരിമല വിവാദം എന്തായാലും ഒടുങ്ങുന്നില്ല. ഒന്നിന് പുറകെ ഒന്നായി വിവാദങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? നമസ്കാരം. നമസ്കാരം. എന്റെ അഭിപ്രായത്തില് ഇവിടെ UDF-ഉം LDF-ഉം ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കാളികളാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ BJP-ക്കാർക്ക് ഇതിൽ പങ്കില്ല എന്നാണ് എന്റെ വിശ്വാസം. കാരണം LDF-ഉം UDF-ഉം മാറി മാറി വന്ന ഗവൺമെന്റ്. BJP-ക്കാർക്ക് അധികാരം കിട്ടിയിട്ടില്ല കേരളത്തില്. പക്ഷെ BJP-ക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ അവരും ഇതേ വഴിയിലൂടെ സഞ്ചരിക്കും. അപ്പൊ ഇത് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതിനോടെ പിന്നെ ഈ കേസുകെട്ട് മാഞ്ഞു പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. അതുവരെ പിന്നെ ഇലക്ഷന് വേണ്ടി ഈ ഇപ്പൊ ഉണ്ടാക്കുന്ന ഈ ബഹളമേ ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അത്ര മാത്രമേ ഉള്ളൂ. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീമതി ജയാണ് കൊല്ലത്ത് നിന്ന്. ശ്രീമതി ജയ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം കിരൺ. നമസ്കാരമുണ്ട്. മനു വരാറായിട്ടില്ല. മനു മറ്റന്നാളെത്തും. അതോ ബിഗ് ടിവിയിൽ പോയോ? ഇല്ല, ഉണ്ട്. മനു ഇവിടെ തന്നെ ഉണ്ട്. മനു മറ്റന്നാളെത്തും. ഓക്കെ കിരൺ, അയ്യപ്പ സംഗമം തിരിച്ചടി തന്നെയാണ്. കാരണം അയ്യപ്പനെ ഇതുവരെ ആരും അങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്ത് ലോകമൊന്നും അറിയിക്കണ്ടായിരുന്നു. അയ്യപ്പൻ സ്വമേധയാ തന്നെ പ്രശസ്തനായിരുന്നു. എല്ലാ മനുഷ്യരും, എല്ലാ ജാതിക്കാരും പൊയ്ക്കൊണ്ടിരുന്ന ഒരു വളരെ പരിശുദ്ധമായ പരിപാവനമായ ഒരു അമ്പലമായിരുന്നു അത്. അവിടെ കയറി ഈ പരിപാടി എല്ലാം ചെയ്ത് കട്ടുമുടിച്ച് പിന്നെ അയ്യപ്പ സംഗമം ഇതൊക്കെ ചുമ്മാതെ പറയുന്നത് ഈ കണക്കിന്റെ കാര്യമൊക്കെ. ഞാനും ഒരു ഓഡിറ്ററായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാ. അപ്പം ഇങ്ങനെ ഒരു ബില്ലൊക്കെ കൊടുക്കുമ്പോൾ നമ്മൾ അതിനകത്ത് അറ്റാച്ച്മെന്റ് വെക്കേണ്ടുന്ന കാര്യമുണ്ട്. അത് വെച്ചാണ് ചെക്ക് ചെയ്ത് ഇത് കണക്ക് ശരിയാണോ എന്ന് അറിയുന്നത്. ഇപ്പം ബില്ലില്ലാതെയും മറ്റു കാര്യങ്ങളൊന്നും ശരിയാക്കാതെയൊക്കെ എങ്ങനെ ശരിയാവുമെന്ന് അവർ പറയുന്ന. ഇന്നലെ വരെ പല കാര്യങ്ങളും ഇല്ലായിരുന്നു. ഇന്നിപ്പം ന്യൂസിൽ പറയുന്ന കേട്ട് ഏതാണ്ടൊക്കെ അവർ ശരിയാക്കി വെച്ചിട്ടുണ്ട്. 17-ാം തീയതി കാണിച്ചു തരാമെന്ന്. എന്തുവാണെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല കിരണേ. പക്ഷെ അയ്യപ്പനെ തൊട്ട് കളിച്ചിട്ടുള്ള ശബരിമല ക്ഷേത്രം അങ്ങനെ സ്വമേധയാ അങ്ങ് പ്രശസ്തമായതൊന്നുമല്ല. ശബരിമല ക്ഷേത്രം പ്രശസ്തമാക്കാൻ വേണ്ടി ദേവസ്വം ബോർഡ് ബോധപൂർവമായ പ്രചാരണ പരിപാടികളൊക്കെ നടത്തി. പണ്ട് അയ്യപ്പ ദീപവുമായിട്ടൊക്കെ മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി അവിടെ നടത്തി. അങ്ങനെയൊക്കെയാണ് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും അയ്യപ്പന്മാരൊക്കെ ശബരിമലയിലേക്ക് വരാൻ തുടങ്ങിയത്. അത് ഈ കമ്മ്യൂണിസ്റ്റുകാർ തന്നെ അവിടെ ശ്രീമതി ജയ ഒന്ന് പറഞ്ഞോട്ടെ. ശ്രീമതി ജയ ഒന്ന് പറഞ്ഞോട്ടെ. PK ചന്ദ്രാനന്ദൻ ദേവസ്വം ബോർഡിൽ ചുമതലയിൽ ഉണ്ടായിരുന്ന കാലത്ത്, കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് തലപ്പത്തുണ്ടായിരുന്ന കാലത്താണ് ഈ ശബരിമല ക്ഷേത്രത്തിൽ ഇക്കണ്ട രീതിയിലേക്ക് ആളുകൾ കൂടുതലായി ഭക്തർ വരുന്ന അവസ്ഥയിലേക്കൊക്കെ എത്തിച്ചത്. അതുകൊണ്ട് സ്വമേധയാ അങ്ങ് അയ്യപ്പ ക്ഷേത്രത്തിലേക്ക് ശബരിമലയിലേക്ക് എല്ലാവരും വന്നതാണ് എന്നൊക്കെ പറയുന്നത് ശരിയല്ല. നമ്മൾ പരസ്യം കൊടുത്ത് ആ തരത്തിൽ തന്നെയാണ് ആളുകളെ കൊണ്ടുവന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.